ഇതിനിടയിൽ അദ്ദേഹത്തിന് നാട് വിടേണ്ടി വന്നു. അദ്ദേഹത്തെ നാട് വിട്ട് ഓടിച്ചു. എന്തിനാ ഓടിച്ചത്? അദ്ദേഹത്തെ ഓടിച്ചത് അന്നത്തെ കേരളത്തിന്റെ ഇന്ത്യയുടെ ഒരു കെട്ട കാലാവസ്ഥയും അന്നത്തെ ഒരു ചരിത്രപരമായ പരിമിതിയും വെച്ചിട്ട് ബ്രാഹ്മണന്മാരല്ലാത്ത ആർക്കും വേദം പഠിക്കാൻ പാടുണ്ടായിരുന്നില്ല, അക്ഷരം പഠിക്കാൻ പാടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ പഠിക്കാൻ കൂടിയില്ല. അദ്ദേഹത്തിന് തമിഴ്നാട്ടിലെ ആദീനങ്ങൾ എന്നാണ് അവിടുത്തെ കലാലയങ്ങൾക്ക് പറയുന്നത്. ആദീനങ്ങളിൽ എല്ലാവർക്കും പ്രവേശനം കിട്ടും. ജാതി ഉണ്ടായിരുന്നില്ല. അന്നുമില്ല, തമിഴന്മാർക്ക് ഇന്നുമില്ല. അതുകൊണ്ട് അവിടെ പോയി പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ പണമില്ല. എഴുത്തച്ഛന്റെ ജീവിതം അത്ഭുതകരമാണ്. ജീവിതം ഈ പുസ്തകം എഴുത്തച്ഛനെ മുൻനിർത്തിയിട്ട് ചില പരമാർത്ഥങ്ങൾ, പൊള്ളുന്ന പരമാർത്ഥനങ്ങൾ മലയാളത്തോട് പറയുന്നുണ്ട്. എഴുത്തച്ഛന്റെ കുടുംബത്തിന് പോകാൻ കാശില്ല. കഴുതപ്പുറത്തോ കുതിരപ്പുറത്തോ ഒക്കെ വേണം പോകാൻ. ഒരു വാഹനം പോലും ഇല്ല അവരുടെ കയ്യിൽ. അന്നേരത്ത് ആ ദൈവാധീനം പോലെ എഴുത്തച്ഛൻ പറയുന്നുണ്ട്, ദൈവാധീനം പോലെ എന്റെ വീട്ടിന്റെ മുമ്പിൽ ഒരു വയോധികനായ മനുഷ്യൻ വന്നു. അദ്ദേഹത്തിന്റെ തലയിൽ തൊപ്പിയുണ്ട്, അദ്ദേഹത്തിന് താടിയുണ്ട്, നീണ്ട് അജാനബാഹുവായ മനുഷ്യൻ. ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ പേര് ജലാലുദ്ദീൻ മൂപ്പൻ. ഞാൻ വന്നത്, എനിക്കിന്നലെ ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. ഇവിടുത്തെ കുട്ടിക്ക് എന്തോ ഇൽമ പഠിക്കണം പോലും. എനിക്ക് അല്ലാഹ് നിയമത്ത് തന്നിട്ടുണ്ട്, എനിക്ക് അള്ളാഹു അനുഗ്രഹം തന്നിട്ടുണ്ട്, എന്റെ കയ്യിൽ കാശുണ്ട്. പുറത്തൂർ കടപ്പുറത്തെ വലിയ മത്സ്യത്തൊഴിലാളി, മത്സ്യ വ്യാപാരിയാണ്, വലിയ പ്രമുഖനാണ്, വലിയ പണമുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ. എന്നോട് പടച്ചവൻ ചോദിച്ചു, എന്റെ കയ്യിൽ നിയമത്ത് തന്നിട്ട് നീ ഇൽമ പഠിക്കണം എന്ന് തോന്നിയ ഒരു കുട്ടിക്ക് കൊടുത്തോടാ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ വന്നത് അതിനാണ്. ആ കുട്ടിക്ക് പോകണം, കുട്ടിയെ പറഞ്ഞേക്കണം. രാമേട്ടൻ പറഞ്ഞു, നമസ്കാരം, ഞങ്ങൾ എന്താ വഴി കാണാതെ ഉണ്ണിയെ പഠിപ്പിക്കാൻ യാതൊരു ഗതിയും ഇല്ലാതിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഉത്തരവിട്ടു. അദ്ദേഹത്തിന്റെ കച്ചവട സംഘത്തോട് പറഞ്ഞു, കാലിന് ചൂടേൽക്കാതെ വെയിലേൽക്കാതെ ഈ കുട്ടിയെ മഞ്ചലിൽ തന്നെ കൊണ്ടുപോകണം തഞ്ചാവൂർ വരെ. നിങ്ങൾക്ക് ഇന്ന് വരെ കിട്ടിയ ഏറ്റവും വില കൂടിയ ഉരുപ്പടി ഈ കുട്ടിയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ വില എന്താണെന്ന് മലയാളം അറിയാൻ പോകുന്നതേ ഉള്ളൂ, നാടറിയാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് കൊണ്ടുപോയിട്ട് 6 കൊല്ലത്തെ പഠനം. അതിനിടയിൽ അമ്മയെ കാണണം തോന്നുമ്പോഴൊക്കെ തിരിച്ചു കൊണ്ടുവരും, എന്നിട്ട് തിരിച്ചു കൊണ്ടുപോകും. 6 കൊല്ലം. ആ 6 കൊല്ലത്തെ പഠനത്തിലാണ് എഴുത്തച്ഛനായത്. അങ്ങനെ വന്നിട്ടാണ്, ചെറിയ കാര്യമല്ല. അങ്ങനെയാണ് എഴുത്തച്ഛന്റെ രക്ഷിതാവായി ജലാലുദ്ദീൻ മൂപ്പൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എഴുത്തച്ഛൻ പിന്നീട് പഠനമൊക്കെ കഴിഞ്ഞു വന്നിട്ട് അദ്ദേഹം തുഞ്ചൻപറമ്പിൽ സ്കൂൾ തുടങ്ങിയപ്പോൾ അടുത്ത പാഠം എന്താ? പ്രധാനപ്പെട്ട പാഠം, തുഞ്ചൻപറമ്പിലെ സ്കൂളിൽ എല്ലാവരെയും ചേർക്കാൻ തുടങ്ങി. അത് തന്നെ, മരക്കാരുട്ടിയെ ചേർത്തപ്പോഴാണ് ആദ്യത്തെ കലാപം. മുസ്ലിം കുട്ടിയെ ചേർത്തു, ക്രിസ്ത്യാനി കുട്ടിയെ ചേർത്തു, ഈഴവനെ ചേർത്തു, പൊലയനെ ചേർത്തു, പറയനെ ചേർത്തു. കൂട്ടത്തിൽ നമ്പൂരി കുട്ടികൾ വന്നപ്പോൾ അവർ എല്ലാവരെയും ചേർക്കാൻ തുടങ്ങി. ആ കവിതയാണ് അദ്ദേഹത്തിന്റെ ദർശനമാണ്, അദ്ദേഹത്തിന്റെ നിലപാടാണ്, അദ്ദേഹത്തിന്റെ പ്രഖ്യാപനമാണ്, അദ്ദേഹത്തിന്റെ മുദ്രാവാക്യമാണ് അദ്ദേഹം ഹരിനാമകീർത്തനത്തിൽ എഴുതി വെച്ചത്. ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമകീർത്തനം ഇതൊരു നാളും ആർക്കും ഉടൻ അരുതാത്തതല്ല ഹരിനാരായണായ നമ. എന്താ എഴുതി വെച്ചത് എന്ന് ആലോചിച്ച് നോക്കൂ. തുഞ്ചൻപറമ്പിന് മുമ്പിൽ എഴുതി വെച്ചതാ. തുഞ്ചൻപറമ്പിനകത്ത് ഒരേ സമയം ദേവാലയവുമാണ് വിദ്യാലയവുമാണ്. അവിടെ അമ്പലമുണ്ട്, വിദ്യാലയമുണ്ട്. എന്താ എഴുതി വെച്ചത്? ഋതുവായ പെണ്ണെ ആദ്യം വാ. ഋതുവായ പെണ്ണിന് എന്തായാലും അന്ന് വീട്ടിൽ പോയി കയറാൻ പറ്റില്ല. ഇപ്പോഴും വീട്ടിൽ കയറ്റാത്തവരുണ്ട് അത്രേ പലരെയും. ഋതുവായ പെണ്ണിനോട് എങ്ങോട്ട് പോരുമോളെ, നിനക്ക് ഏതായാലും 4-5 ദിവസം വീട്ടിൽ പോകാൻ വയ്യില്ല, ഇവിടെ വന്ന് 4 അക്ഷരം പഠിച്ചോന്ന്. എങ്ങോട്ട്? അമ്പലവും പള്ളിയും അമ്പലവും വിദ്യാലയവും ഒരുമിച്ചുള്ളിടത്ത് ഇങ്ങോട്ട് പോരും, 4 അക്ഷരം പഠിച്ചോന്ന്. ഋതുവായ പെണ്ണിൻ. എരപ്പൻ എന്ന് പറഞ്ഞാൽ തെണ്ടി നടക്കുന്നവൻ. ആധാറും NPR ഒന്നും ചോദിച്ചില്ല, മനുഷ്യനാണോ എന്നേ നോക്കിയുള്ളൂ. പഠിക്കണോ? വാ. ദാഹകൻ എന്ന് പറഞ്ഞാൽ ചുടലപ്പണിക്കാരൻ. ഇപ്പോഴും ഈ മരിച്ച മയ്യത്തിനെ മറവ് ചെയ്യുന്നവനോട് നമുക്ക് അത്ര നല്ല ബഹുമാനം എന്നുള്ള കൂട്ടത്തിലല്ല ആരും, ഏത് സമുദായവും. അവനോടും പറഞ്ഞു വന്ന അക്ഷരം പഠിക്കാൻ. ദാഹകൻ, ചുടലപ്പണിക്കാരൻ. ഇരപ്പനും ദാഹകനും. പതിതൻ, നയാപ്പൈസയുടെ ഭൂമിയില്ലാത്തവൻ, സ്വത്തില്ലാത്തവൻ. പതിതനായ മനുഷ്യര്, ഭൂമിയിൽ മണ്ണിൽ കിടക്കുന്ന മനുഷ്യര്. അങ്ങനെയുള്ള മനുഷ്യരോടൊക്കെ ഇരപ്പനും ദാഹകനും പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഒടുവിൽ പറഞ്ഞു, അഗ്നിയാരാധന നടത്തുന്ന പൂജ നടത്തുന്ന ബ്രാഹ്മണന്മാരോടും പറഞ്ഞു, ഇനി വേണേ നിങ്ങളും വന്നു. എല്ലാവരോടും അങ്ങനെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ നാട് കടത്താൻ തീരുമാനിച്ചത്. നാട് കടത്തിയിട്ട് അദ്ദേഹം വിദേശ രാജ്യത്തൊക്കെ പോയിട്ട് പണിയെടുക്കുമ്പോൾ, പലയിടത്തും കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുമ്പോൾ, പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്ന ദക്ഷിണ കൊണ്ട് ആ ദക്ഷിണ ഒക്കെ ആദ്യം കാണുന്ന കേരളത്തിലേക്ക് പോകുന്ന കച്ചവടക്കാരുടെ സംഖ്യയിൽ കൊടുക്കും. ഒരു അഡ്രസ്സ് പറഞ്ഞു കൊടുക്കും, ജലാലുദ്ദീൻ മൂപ്പൻ, പുറത്തൂർ, തിരൂർ എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ കൊടുത്തതിന്റെ ഒന്നും കണക്ക് വെച്ചില്ല എഴുത്തച്ഛൻ. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് എഴുത്തച്ഛൻ അവസാന കാലത്ത് കേരളത്തിലേക്ക് തിരിച്ചു വരണം തോന്നി. അപ്പോൾ വെട്ടത്ത് നാട്ടിലേക്ക് അദ്ദേഹത്തിന് വരാൻ വയ്യ. അപ്പോഴും അവിടുത്തെ വിലക്ക് നീങ്ങിയിട്ടില്ല. രാജ്യദ്രോഹം കാണിച്ചിട്ട് പോയതാണല്ലോ, തിരിച്ചു വരാൻ പറ്റിയില്ല. അപ്പൊ അദ്ദേഹത്തിന് ഭാരതപ്പുഴയുടെ അപ്പുറത്ത് ചിറ്റൂർ വന്ന് അവിടെ ഇരിക്കാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു തുണ്ട് മണ്ണ് വാങ്ങാൻ ഭൂമിയില്ല. അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടാക്കണം തോന്നി, അതിന് ഭൂമിയില്ല. അവിടെ ഒരു കളരി ഉണ്ടാക്കണം തോന്നി, അതിന് കാശില്ല.
അപ്പൊ അദ്ദേഹത്തിന് വെളിപാട് പോലെ ഓർമ്മ വന്നു. ഒരു കത്ത് കൊടുത്തയച്ചു വടക്കോട്ട് പോകുന്ന ഏതോ കച്ചവടക്കാരുടെ കയ്യിൽ. ജലാലുദ്ദീൻ മൂപ്പൻ, പുറത്തൂർ, തിരൂർ. ഒരു മാസത്തേക്ക് വിവരമില്ല. ഒരു മാസം കഴിഞ്ഞപ്പോ ആ പാറക്കല്ലിൽ, അദ്ദേഹം തപസ്സിരിക്കുന്ന, ധ്യാനമിരിക്കുന്ന പാറക്കല്ലിന്റെ മുമ്പിൽ ഒരു മഞ്ചൽ വന്നു നിന്നു. ആ മഞ്ചലിൽ നിന്ന് കോമളനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, ഗുരു നമസ്കാരം, എന്റെ പേര് കുഞ്ഞാലു മൂപ്പൻ എന്നാണ്. ഞാൻ മരിച്ചുപോയ ജലാലുദ്ദീൻ മൂപ്പന്റെ മോനാണ്. ജലാലുദ്ദീൻ മൂപ്പൻ അപ്പോഴേക്ക് മരിച്ചു പോയിരുന്നു. അപ്പൊ എന്തേ വന്നത്? ഒരു കത്ത് കിട്ടിയപ്പോഴാണ് എന്റെ ബാപ്പ എന്നെ ഏൽപ്പിച്ച ഒരു ഒസിയത്ത് ഞാൻ കണ്ടെടുത്തത്. ആ ഒസിയത്ത് ഇങ്ങനെയാണ്: തുഞ്ചത്ത് കൃഷ്ണൻ എന്ന കുട്ടി എനിക്കയച്ച പണം 8000 പൊൻപണമുണ്ട്, കണക്ക് വെച്ചിട്ടുണ്ട്. ആ പണം കൊണ്ട് ഞാൻ കച്ചവടം ചെയ്തിട്ട് 2000 പൊൻപണം ലാഭം കിട്ടിയിട്ടുണ്ട്. മൊത്തം 10000 പൊൻപണം. എന്നാ കുട്ടി ചോദിച്ചാലും കൊടുത്തുകൊള്ളണം. 10000 പൊൻപണം കിട്ടിയപ്പോ ആശ്രമം, ഭൂമി, ക്ഷേത്രം എല്ലാം ഉണ്ടായി. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ചിറ്റൂർ പോകുമ്പോഴൊക്കെ അവിടെ ഒന്ന് സിയാറത്ത് ചെയ്ത് പോരാറുണ്ട്. അവിടെയാണ് ഞാൻ പറയുന്നത്. എഴുത്തച്ഛൻ അവസാന കാലത്ത് എഴുതുന്നുണ്ട്, ദൈവമേ, എന്റെ കൺമുമ്പിൽ ജലാലുദ്ദീൻ മൂപ്പൻ എന്നൊരു മനുഷ്യനെ അങ്ങ് അവതരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്താകുമായിരുന്നു. എഴുത്തച്ഛനെ ഹിന്ദുവിന്റെ, ഏതെങ്കിലും ഒരു ജാതിയുടെ ഒക്കെ കളം തിരിച്ചിട്ട് കുടത്തിലടച്ചിട്ട് എഴുത്തച്ഛൻ എന്ന മഹാപ്രതിഭയുടെ വെളിച്ചം കെടുത്തിക്കളയുന്നവരെ നിങ്ങൾ ഓർക്കുക. എഴുത്തച്ഛൻ ആരായിരുന്നു? എഴുത്തച്ഛനെ തിരിച്ചറിയണം. അത് തിരിച്ചറിയാൻ നമുക്കൊക്കെ പറ്റണം. ജലാലുദ്ദീൻ മൂപ്പൻ ഇൽമ പഠിപ്പിക്കാൻ കാശ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളും അറിയണം. എന്താന്ന് വെച്ചാൽ എന്ന് വേദം പഠിക്കാൻ പോയാലും ഇൽമാണ്, കാവ്യം പഠിക്കാൻ പോയാലും ഇൽമാണ്, സംഗീതം പഠിക്കാൻ പോയാലും ഇൽമാണ്, സിനിമ പഠിക്കാൻ പോയാലും ഇൽമാണ്, നാടകം പഠിക്കാൻ പോയാലും ഇൽമാണ്. ആ ഇൽമിനൊക്കെ കാശ് കൊടുത്താൽ പടച്ചോന്റെ പുണ്യമുണ്ട് എന്നുകൂടി അതിന് മലയാളം.